റഷ്യയും ഉത്തര കൊറിയയും അടക്കം വൻകിട രാഷ്ട്രങ്ങളുടെ മുന്നറിയിപ്പ് മറികടന്നായിരുന്നു അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇറാന്റെ ആണവ മേഖലയിൽ ആക്രമണം നടത്തിയത്. ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് അമേരിക്കയ്ക്കെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചതിന് പിന്നാലെ റഷ്യയുടെ ആണവായുധങ്ങൾ ഇറാനിലെത്തിയെന്നാണ് സൂചന. ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ആദ്യം പ്രതികരണവുമായി എത്തിയത് റഷ്യയായിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാണെന്നും ലോക മേഖലാ സുരക്ഷയെ ബാധിക്കുന്ന നീക്കം ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും റഷ്യ അഭിപ്രായപ്പെട്ടിരുന്നു. US ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശിച്ചു. ഇറാന് നേരിട്ട് അണവായുധം നൽകാൻ തയ്യാറുള്ള ഒന്നിലേറെ രാജ്യങ്ങളുണ്ടെന്ന് റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വദേവ് പറഞ്ഞിരുന്നു. രാജ്യങ്ങളുടെ പേര് വ്യക്തമാക്കാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിലെ പ്രതികരണം. മറ്റൊരു പ്രസ്താവനയിൽ അദ്ദേഹം അമേരിക്കയെ നിശിതമായി വിമർശിച്ചു. അമേരിക്ക ഒരു പുതിയ ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ചിരിക്കുന്നു. സമാധാനമുണ്ടാക്കുന്ന സമാധാന നോബലിന് ശ്രമിക്കുന്ന പ്രസിഡന്റാണ് ആക്രമണത്തിന് ഉത്തരവിട്ടത്. സൈനിക ലക്ഷ്യം നേടുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. ആണവ കേന്ദ്രത്തിന് ചെറിയ കേടുപാടുകളെ സംഭവിച്ചിട്ടുള്ളൂ. യുറേനിയം സമ്പുഷ്ടീകരണം തുടരാൻ കഴിയും. രാഷ്ട്രീയമായും ഇറാൻ ശക്തിയാർജിച്ചു. നേരത്തെ വിമർശിച്ചിരുന്നവർ വരെ ഇറാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലി നടത്തുന്നതാണ് കാണുന്നതെന്നും മെദ്വദേവ് പറഞ്ഞു. അതേസമയം തങ്ങൾ ഒരു സാഹചര്യത്തിലും ആണവ പ്രവർത്തനങ്ങൾ നിർത്തില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇസ്രായേലിനെതിരെ കൂടുതൽ വിനാശകരമായ പ്രതികരണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ആണവ നിലയങ്ങളിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പെസഷ്കിയാൻ അറിയിച്ചു. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ തിരിച്ചടി ഭയന്ന് വൈറ്റ് ഹൗസിന് മുന്നിൽ പ്രത്യേക വിമാനം തന്നെ ട്രംപിനായി തയ്യാറാക്കി വെച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രസിഡന്റിന്റെ വാസസ്ഥലമായ വൈറ്റ് ഹൗസിന് നേർക്ക് ആക്രമണമുണ്ടായാൽ ട്രംപിനും സംഘത്തിനും സുരക്ഷിത ഇടങ്ങളിലേക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരം മുൻകരുതലുകൾ സ്വീകരിച്ചത്. ആക്രമിച്ച് മാത്രം ശീലമുള്ള അമേരിക്കയ്ക്ക് തിരിച്ചടി ലഭിച്ചു തുടങ്ങിയാൽ പിന്നെ തിരിച്ചടിയുടെ പ്രളയം തന്നെയാണ് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ലഭിക്കുക. കാരണം അത്രയ്ക്കും ശത്രുക്കൾ ഈ രാജ്യത്തിന് ചുറ്റും നിലവിലുണ്ട്. അവരെല്ലാം തന്നെ അവസരത്തിനായി കാത്തു നിൽക്കുകയാണ്. വിദേശത്തെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണോ അതോ ആഭ്യന്തര ലക്ഷ്യങ്ങൾക്ക് എതിരെയാണോ ഇറാൻ പ്രതികാര ആക്രമണം നടത്തുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. അമേരിക്കയെ ആക്രമിക്കാൻ ഇറാൻ നിർദ്ദേശം നൽകിയതായാണ് ഈ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ ഇറാന് നേരെയുള്ള കടന്നാക്രമണങ്ങൾ അപകടകരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ചൈനയും റഷ്യയും നിലവിൽ ഇറാനുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണ്. ഇതും അമേരിക്ക സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നു. ഇറാനിലെ ഫോദോ, നദാൻസ്, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ഇവിടങ്ങളിലെ ലക്ഷ്യം വിജയം കണ്ടുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നതെങ്കിലും ഇറാൻ ആ വാർത്ത തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ ആണവ നിലയങ്ങൾ തകർന്നിട്ടില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയെ ശരിക്കും അമ്പരിപ്പിച്ച പ്രതികരണം കൂടിയാണിത്. ഇറാനിലെ റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രത്തിൽ നിരവധി റഷ്യൻ ഉദ്യോഗസ്ഥരുണ്ട്. റഷ്യൻ സൈനികരും ഇവിടെ കാവലുണ്ട്. ഈ ആണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ റഷ്യൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്ക റഷ്യ യുദ്ധമായാണ് മാറുക. ഇത് മനസ്സിലാക്കിയാണ് അമേരിക്കൻ ബോംബറുകൾ ഇറാനിലെ റഷ്യൻ താവളം ഒഴിവാക്കി പറന്നിരിക്കുന്നത്. 3 പതിറ്റാണ്ടുകളായി റഷ്യയും ഇറാനും ആണവ പദ്ധതികളിൽ സംയുക്തമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ്. 2022 യുക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷമാണ് ഇറാനുമായുള്ള സൈനിക ബന്ധം റഷ്യ കൂടുതൽ ശക്തമാക്കിയത്. ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തന്ത്രപരമായ ഒരു പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ സ്റ്റേറ്റ് അറ്റോമിക് എനർജി കോർപ്പറേഷൻ നിർമ്മിച്ച ബുഷെഹറിലെ ആണവ നിലയത്തിൽ 200ഓളം റഷ്യൻ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതികളുമായി തുടർന്നും റഷ്യ സഹകരിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത്.